നമസ്കാരം. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ കേരളത്തിൻ്റെ നിത്യച്ചെലവും പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതായി സൂചന. കടമെടുക്കാൻ പോലും വഴികളില്ലാത്ത അവസ്ഥയിലാണ് സർക്കാർ ഇപ്പോൾ എന്നാണ് റിപ്പോർട്ടുകൾ. ഡിസംബർ വരെ വെറും 3700 കോടി രൂപ മാത്രമാണ് കടമെടുക്കാൻ അവശേഷിക്കുന്നത്. 3 മാസം 3700 കോടി കൊണ്ട് എങ്ങനെ തള്ളി നീക്കും എന്ന ധനവകുപ്പിന് ഇതുവരെ ഒരു എത്തുംപിടിയും ലഭിച്ചിട്ടില്ല. ഓണക്കാലമാണ് വരുന്നത്. ഓണം ആഘോഷിക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് സർക്കാർ. ഡിസംബർ വരെ 21,253 കോടി കടമെടുക്കാനാണ് കേരളത്തെ അനുവദിച്ചിരുന്നത്. ഇതിൽ 3700 കോടി ഒഴികെയുള്ളത് ഇതിനോടകം കടമെടുത്തു കഴിഞ്ഞു. ഡിസംബറിന് ശേഷം മാർച്ച് വരെ കേന്ദ്രം എത്ര രൂപ അനുവദിക്കും എന്നും ഇപ്പോൾ നിശ്ചയമില്ല. പ്രൊവിഡന്റ് ഫണ്ടും ട്രഷറി നിക്ഷേപവും ഉൾപ്പെടെയുള്ള പൊതു അക്കൗണ്ട് കണക്കാക്കി കടം വെട്ടിക്കുറച്ചതിൽ അപാകതയുണ്ടെന്ന് സംസ്ഥാനം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കടപരിധിയിൽ മാറ്റം വരുത്താനുള്ള തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. സപ്ലൈകോ 500 കോടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബോണസ്, ഉത്സവബത്ത, ഓണം അഡ്വാൻസ് എന്നിവ നൽകുന്നതിന് 700 കോടി രൂപ വേണം. അസംഘടിത മേഖലയിൽ ഉൾപ്പെടെ ആനുകൂല്യം നൽകാൻ 600 കോടി വേണം. കടപരിധി നിർണ്ണയിക്കുന്ന കേന്ദ്ര മാനദണ്ഡത്തിനെതിരെ കേരളം നൽകിയ കേസ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ 2 ഗഡു ഈ വർഷം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പാലിക്കണമെങ്കിൽ 1 ഗഡു ഓണത്തിനും മറ്റൊന്ന് ക്രിസ്മസിനും നൽകണം. ഇപ്പോൾ അതത് മാസം ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട്. കുടിശ്ശിക ചേർത്ത് ഓണത്തിന് 2 മാസത്തെ പെൻഷൻ നൽകാൻ 1900 കോടി രൂപ വേണം. കേരളം കടന്നുപോകുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ധനമന്ത്രി അടുത്തിടെ കാര്യമായി തന്നെ തുറന്നു പറഞ്ഞിരുന്നു. പാർട്ടിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി നേരിടേണ്ടി വന്നതിൽ അടക്കം വിമർശന വിധേയനാകുന്നത് KN ബാലഗോപാലാണ്. ഇതിനിടെയാണ് ധനപ്രതിസന്ധി നിറകം തലയിൽ എത്തി നിൽക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രതിവർഷം ശരാശരി 1.2 ലക്ഷം കോടിയായിരുന്നു ചെലവ്. എന്നാൽ കഴിഞ്ഞ 3 വർഷത്തെ ശരാശരി പ്രതിവർഷ ചെലവ് 1.6 ലക്ഷം കോടിയായി ഉയർന്നു എന്നാണ് ധനമന്ത്രി ഇത്തരം വിമർശകർക്ക് മറുപടിയായി പറയുന്നത്. കേന്ദ്രത്തിൽ നിന്നുള്ള വരുമാനം പ്രതിവർഷം 57,000 കോടി രൂപ കുറഞ്ഞിട്ട് പോലും ചെലവിൽ 40,000 കോടി രൂപയുടെ വർധനയാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് നടപ്പിലാക്കിയ ശമ്പള പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ബാധ്യത മുഴുവൻ ഈ സർക്കാർ ഏറ്റെടുത്തു. കോവിഡ് കാലത്ത് ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കിയ അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഒന്നാം പിണറായി സർക്കാരിൻ്റെ ക്ഷാമബത്ത കുടിശ്ശിക, അതായത് 2017 മുതൽ 2021 വരെ ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ടിൽ ക്രെഡിറ്റ് ചെയ്തത് ഈ സർക്കാർ വന്ന ശേഷമാണ്. ഇത് സർക്കാരിൻ്റെ ബാധ്യതയായി കണക്കാക്കിയ കേന്ദ്ര സർക്കാർ കടമെടുക്കാവുന്ന തുക വെട്ടിക്കുറച്ചു. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും വർദ്ധിപ്പിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഈ സർക്കാരാണ് നൽകിയത്. കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന കിഫ്ബി ഇതുവരെ 30,000 കോടിയിലധികം രൂപയാണ് ചെലവഴിച്ചത്. ഇതിൽ 20,000 കോടിയും ഈ സർക്കാരാണ് ചെലവാക്കിയത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനായി 8,000 കോടി രൂപ ഉമ്മൻചാണ്ടി സർക്കാരും 32,000 കോടി രൂപ കഴിഞ്ഞ സർക്കാരും നൽകി. ഈ സർക്കാർ 3 വർഷം കൊണ്ട് മാത്രം 27,000 കോടി നൽകി. കേന്ദ്ര സർക്കാർ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുമ്പോഴും ഈ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളുമെല്ലാം ഏറ്റെടുത്താണ് സർക്കാർ മുമ്പോട്ട് പോകുന്നത് എന്നാണ് മന്ത്രിയുടെ വാദം. ചെലവുകളിൽ കുറവ് വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുമാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. കൃത്യമായ ധന മാനേജ്മെൻറ്റിൻ്റെ പരാജയമാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇത് മറികടക്കണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. തികഞ്ഞ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിത്യച്ചെലവിന് പോലും വഴിയില്ലാതെ ബുദ്ധിമുട്ടുന്നത് ജനങ്ങൾക്കിടയിൽ തന്നെ വലിയ സംസാര വിഷയമായിട്ടുണ്ട്. ഇപ്പോൾ അതത് മാസങ്ങളിൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട് എങ്കിലും 5 മാസത്തെയും 6 മാസത്തെയും ഒക്കെ കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊക്കെ ഏത് രീതിയിൽ നടപ്പിലാവും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സംശയത്തോടെ എല്ലാവരും നോക്കുന്നത്. ഓണത്തിനും ക്രിസ്മസിനും ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക കൊടുത്തു തീർക്കും എന്നുള്ള മുഖ്യമന്ത്രിയുടെ വാദം ഏത് രീതിയിൽ നടപ്പിലാക്കും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ധനവകുപ്പ് തലപുകഞ്ഞാലോചിക്കുകയാണ്. ഇനി 3700 കോടി രൂപ മാത്രമാണ് കടമെടുക്കാൻ അവശേഷിക്കുന്നത്. അതുകൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ സാമ്പത്തിക വർഷം കടമെടുക്കാനുള്ള ആ പരിധി ഇല്ലാതെയാകും. പിന്നീട് നിത്യച്ചെലവിനായി എന്ത് ചെയ്യും എന്ന് ഇപ്പോഴേ ആലോചിച്ച് തലപുകയ്ക്കുകയാണ് ധനവകുപ്പും ധനമന്ത്രിയും ചെയ്യുന്നത്.